നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കില്ല എന്ന നിലപാടെടുത്തതോടുകൂടി കേരളമൊട്ടാകെ യൂത്ത് കോൺഗ്രസ്സുകാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ്സുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖത്ത് തന്നെ മന്ത്രി ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴി മന്ത്രി രാജിവെക്കുക. വാസ്തവത്തിൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ് കേരളത്തിൻ്റെ സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ. കാരണം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ എന്താണ് നടന്നുള്ളത് നാട്ടിലെ ജനം മുഴുവൻ അറിയുകയും ചെയ്തു. ആ ബിന്ദു മേനോൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നെങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ വളരെ എളുപ്പമായിരുന്നു, രാജിക്കത്ത് വാങ്ങാമായിരുന്നു. എന്ത് കാരണം പറഞ്ഞ് രാജി വാങ്ങും? അതേസമയം തന്നെ ധാർമ്മികതയുടെ പേരിൽ, സദാചാരത്തിൻ്റെ പേരിൽ, കീഴ്വഴക്കങ്ങളുടെ പേരിൽ എത്ര കാലം ഈ മന്ത്രിസഭയിൽ ഗണേഷ് കുമാറിന് തുടരാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ മന്ത്രിയുടെ ഈ ലൈംഗിക ആരോപണത്തിൻ്റെ പേരിലുള്ള രാജി എന്ന് പറയുന്നത് പി ടി ചാക്കോയുടെയാണ്. അത് 1964 ചാക്കോ ചെയ്ത കുറ്റം എന്താണ്? ചാക്കോ പീച്ചിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ കാറിലുണ്ടായിരുന്നു. അത് ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. പത്മ മേനോൻ എന്നാണ് അവരുടെ പേരെന്ന് പിന്നീട് പറയപ്പെട്ടു. ഈ സ്ത്രീ കാറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കാർ ഒരു ഉന്തുവണ്ടിയിൽ ഇടിച്ചു. ഉന്തുവണ്ടിയിൽ ഇടിച്ചതിന് ശേഷം അദ്ദേഹം നിർത്താതെ ആ കാർ ഓടിച്ചു പോയി. ഉന്തുവണ്ടിയിൽ ഇടുന്നൊക്കെ അപകടമുണ്ടായ ശേഷം നിർത്താതെ ഓടിച്ചു പോയി എന്നുള്ളൊരു കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാമല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം കൊണ്ടുവരാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്ന ലൈംഗിക ആരോപണമാണ്. അദ്ദേഹം ഒരു തെറ്റ്, ആ സമയത്ത് എന്തായാലും അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹം എന്തായാലും ആ സ്ത്രീയെ കൊണ്ട് കാറിൽ യാത്ര ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു തെറ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ പി ടി ചാക്കോ എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ 46-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും അവസാനിച്ചു. ഇതിൻ്റെ ഒരു മാനസിക സംഘർഷത്തിൽ ഹൃദ്രോഗബാധിതനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഏകദേശം 1/4 നൂറ്റാണ്ടിലേറെ കഴിഞ്ഞ ശേഷമാണ് 1989 അന്നത്തെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് അന്ന് മന്ത്രിയായിരുന്ന നീല ലോഹിതദാസൻ നാടാറിൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടാകുന്നത്. നീലിൻ്റെ പേരിലുള്ള ആരോപണം അന്നത്തെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്ന നളിൻ നെറ്റോയെ അദ്ദേഹം ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച്. എന്തായാലും അതിൻ്റെ പേരിൽ നീലിന് രാജിവെക്കേണ്ടി വന്നു. തുടർന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ആരോപണം ഉണ്ടായി. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ആരോപണം ഉണ്ടാകുന്നത് ശശീന്ദ്രൻ്റെ പേരില്ല. പിന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2017 ഒരു വനിതാ ജേർണലിസ്റ്റുമായി ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്നുള്ള കുറ്റത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടുന്നത്. അത് പിന്നെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ഭാഗമായിരുന്നുവെന്നും ബോധപൂർവമായി സൃഷ്ടിച്ച ഒരു ട്രാപ്പിൽ അദ്ദേഹം പെട്ടതാണെന്നും ഒക്കെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷേ അദ്ദേഹവും രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗണേഷ് കുമാറിനെതിരായിട്ട്, ഇതിനിടയ്ക്ക് ഗണേഷ് കുമാറിനെതിരായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, 2ാമത്തെ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഗുരുതരമായ ആരോപണം ഉണ്ടായി. അതും ഭാര്യ തന്നെ നടത്തിയ ആരോപണം. അത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. 2ാമത്തെ ഭാര്യയുടെ ഇതേ രീതിയിലുള്ള 2ാമത്തെ ആരോപണം അതേ മന്ത്രിക്കെതിരായിട്ട്. അതിൻ്റെ കോലാഹലങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിക്കെതിരായി മന്ത്രിയുടെ സ്റ്റാഫ് തന്നെ ഉപദ്രവിച്ചുവെന്നും മന്ത്രിയോടൊപ്പം ഒരു സ്ത്രീയെ താൻ കാണാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കണ്ടുവെന്നുമൊക്കെ ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകുന്നതിനിടയ്ക്ക് ഭാര്യ വിഡ്രോ ചെയ്തു. തന്നോട് ഭർത്താവ് മാപ്പ് പറഞ്ഞു എന്നുള്ള കാരണം പറഞ്ഞ് ഭാര്യ അതിൽ നിന്ന് വിഡ്രോ ചെയ്തതോടെ കാറ്റഴിച്ചു വിട്ട പോലെയായി. താൻ രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് ഗണേഷ് കുമാറും അദ്ദേഹത്തോട് രാജി ചോദിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ പിണറായിയും നിന്നു. ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു പുതിയ സമരമുറയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ അടിസ്ഥാനപരമായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഒരു
വ്യക്തി, അത് ജനപ്രതിനിധി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ, അദ്ദേഹം ഒരു ആരെങ്കിലുമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുത്തിയെന്ന് ആരെങ്കിലും പരാതി പറഞ്ഞതിൻ്റെ പേരിലൊന്നും നടപടിയെടുക്കേണ്ട കാര്യമില്ല. അത് സ്വന്തം ഭാര്യ പറഞ്ഞാൽ നടപടിയെടുക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. കാരണം അങ്ങനെയുള്ള ഒരു ആരോപണം വന്നാൽ പോലും അത് ഡൈവോഴ്സിന്, വിവാഹമോചനത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇതിനകത്ത് സദാചാരത്തിനും ധാർമ്മികതയും പ്രശ്നമാണ്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ, ഒരു മന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കാതെ, അല്ലെങ്കിൽ ധാർമ്മികത പാലിക്കാതെ, സദാചാരബോധം ഇല്ലാതെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക, 5000 പേരുമായി തനിക്ക് പ്രണയമുണ്ടെന്നും 5000 കാവുകാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്താ കുറ്റമെന്നും ചോദിക്കുന്ന ഒരു മന്ത്രി, അതിനെ ഒരു തരത്തിലും അതിനെക്കുറിച്ച് ഒരു പരാമർശവും നടത്താതെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, താൻ മന്ത്രിസഭയിൽ തുടരും, ആരുണ്ട് ചോദിക്കാൻ എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു മന്ത്രി, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത പുതിയൊരു തലമുറയുടെ മുന്നിൽ കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഒരു മോഡൽ ഇത്തരത്തിലുള്ള വ്യക്തികളായി മാറുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള സദാചാര ബോധവും ധാർമ്മികതയും ഒക്കെ ഏത് തരത്തിലേക്കാണ് അധപ്പതിക്കാൻ പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ സൂചന കൂടിയോ ആണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ ഇപ്പോഴും ആശങ്കാകുലരാക്കുന്നത്. മുഖ്യമന്ത്രി KSRTCയുടെ ബസ്സുകൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾക്കായിട്ട് ഉപയോഗിച്ചുവെങ്കിൽ അതേ മുഖ്യമന്ത്രിയുടെ മുഖത്ത് തന്നെ കോഴിമന്ത്രി എന്ന് പറഞ്ഞ് ഗണേഷ് കുമാറിൻ്റെ പോസ്റ്റർ പതിപ്പിക്കുന്ന രംഗം എന്തായാലും അത് കേരളത്തിലെ ജനങ്ങളുടെ തല കുനിപ്പിക്കുന്ന വളരെ ലജ്ജാകരമായ ഒരു രംഗമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.